ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിക്കുന്നു. കിവീസ് മുന്നോട്ട് വെച്ച 252 എന്ന ലക്ഷ്യം മറികടക്കാൻ ഇന്ത്യയുടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കളിക്കളത്തിലെത്തുന്നു. പിന്നെ അവിടെ അതിമനോഹരമായ ഒരു കൂട്ടുകെട്ട് പിറന്നു. കൃത്യമായി കണക്ക് കൂട്ടി അളന്നു മുറിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഓരോ പന്തിനെയും നേരിട്ടു. 18ാം ഓവർ വരെ ആ കൂട്ടുകെട്ട് നീണ്ടു. ഇരുവരും ചേർന്ന് 105 റൺസ് നേടി നിൽക്കെ 18ാം ഓവറിലെ 4ാമത്തെ പന്തിൽ ഗിൽ ഔട്ടായി. ആ വിക്കറ്റ് പിറന്നത് മനോഹരമായ ഒരു ഫ്ലൈയിങ് ക്യാച്ചിലൂടെയാണ്. അതെ, പറഞ്ഞു വരുന്നത് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ കൂട്ടുകെട്ട് തകർത്ത ഇന്ത്യക്ക് ആദ്യത്തെ പ്രഹരം നൽകിയ ഗ്ലെൻ ഫിലിപ്സിന്റെ ഫ്ലൈയിങ് ക്യാച്ചിനെ കുറിച്ചാണ്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് ഗ്ലെൻ ഫിലിപ്സും അദ്ദേഹത്തിന്റെ ഫ്ലൈയിങ് ക്യാച്ചും. ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഏറ്റുമുട്ടുമ്പോൾ അവിടെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര വീഴുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനിയായ കോഹ്ലിയുടെ വിക്കറ്റിന് കാരണമായതും ഇതേ പറക്കും വേട്ടക്കാരൻ തന്നെയാണ്. മാറ്റ് ഹെൻറി എറിഞ്ഞ 7ാം ഓവറിലെ 4ാം പന്താണ് ബാക്ക്വേർഡ് പോയിന്റിൽ നിൽക്കുകയായിരുന്ന ഗ്ലെൻ ഫിലിപ്സ് പിറകിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഒറ്റ കൈ കൊണ്ട് പന്ത് പറന്നു പിടിച്ചത്. വിക്കറ്റ് നഷ്ടപ്പെട്ട് കുറച്ചു നേരം ക്രീസിൽ അവിശ്വസനീയതയോടെ നോക്കി നിന്ന ശേഷമായിരുന്നു കോഹ്ലി ഗാലറിയിലേക്ക് മടങ്ങിയത്. ഇന്നിപ്പോൾ ഫൈനൽ പോരാട്ടത്തിൽ വീണ്ടും ഇരു ടീമുകൾ നേർക്കുനേർ വന്നപ്പോൾ പറക്കും വേട്ടക്കാരൻ തന്റെ വേട്ട തുടങ്ങിയത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റന്റെ വിക്കറ്റ് കൈകളിൽ ഒതുക്കിക്കൊണ്ടാണ്. ന്യൂസിലൻഡ് ക്യാപ്റ്റനും സ്പിന്നറുമായ മിച്ചൽ സാറ്റ്നർ എറിഞ്ഞ പന്തിൽ ഒരു കവർ ഡ്രൈവിനായിരുന്നു ഇന്ത്യൻ വൈസ് ക്യാപ്റ്റന്റെ ശ്രമം. എന്നാൽ ഗ്ലെൻ ഫിലിപ്സ് തന്നെ കടന്നു പോകാൻ ഒരു പന്തിനെയും അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു. ഒരൊറ്റ കൈയിൽ ഫിലിപ്സ് ക്യാച്ച് കൈപ്പിടിയിലാക്കി. 50 പന്തിൽ ഒരു സിക്സർ മാത്രം നേടി 31 റൺസ് എടുത്ത ഗില്ലിന്റെ ഇന്നിങ്സ് അവിടെ അവസാനിച്ചു. പന്ത് കൈക്കുള്ളിൽ ഒതുക്കിയതിനു ശേഷം ഗ്ലെൻ ഫിലിപ്സ് മൈതാനത്ത് ഇരിക്കുന്ന ഇരുത്തവും ആരാധകരെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു. എന്തായാലും ഈ ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ ഗ്ലെൻ ഫിലിപ്സും അദ്ദേഹത്തിന്റെ ഫ്ലൈയിങ് ക്യാച്ചും എക്കാലവും വാഴ്ത്തപ്പെടും. എന്നാൽ ഗിൽ കളിക്കളത്തിൽ നിന്ന് പവലിയനിലേക്ക് മടങ്ങിയതോടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും പടുത്തുയർത്തിയ കൂട്ടുകെട്ട് തകർന്നു. പിന്നീട് വന്ന കോഹ്ലിയിൽ ഇന്ത്യ വെച്ച പ്രതീക്ഷ ചെറുതല്ലായിരുന്നു. എന്നാൽ നേരിട്ട 2ാം പന്തിൽ തന്നെ കഴിഞ്ഞ കളികളിലെ ഇന്ത്യയുടെ വിജയശില്പി വിക്കറ്റിൽ കുടുങ്ങി. പക്ഷേ അപ്പോഴും രോഹിത് ശർമ്മ തന്റെ പോരാട്ടം തുടർന്നു. പക്ഷേ 83 പന്തിൽ 76 റൺസ് നേടി ഹിറ്റ്മാനും മടങ്ങി. പിന്നീട് വന്ന ഓരോരുത്തരും വിക്കറ്റുകളിൽ കുടുങ്ങി. അതിനിടെ ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്താൻ ശ്രമിച്ചെങ്കിലും അർദ്ധ സെഞ്ചുറി നേടാൻ 2 റൺസ് മാത്രം ബാക്കി നിൽക്കെ ശ്രേയസ് ഔട്ടായി.